ഹലോ ഫ്രണ്ട്സ്, കെ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ഉണ്ടാക്കാം. അത് കായ കൊണ്ടുണ്ടാക്കുന്നതാണ്. അതിന് ബനാന കൊഫ്ത എന്ന് പറയും. അതിനുവേണ്ടി ഞാനൊരു 6 പച്ചക്കായ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കായ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കാം. കായെല്ലാം ഞാൻ ദാണ്ട ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഒരു കുക്കറിലേക്കിട്ട് സ്വല്പം വെള്ളം ഒഴിച്ച് ഇതൊന്ന് ഒരു വിസിൽ കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കാം. ഇത് നേന്ത്രക്കായല്ല, നാടൻ കായാണ്. നമ്മുടെ കായ നല്ലതുപോലെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടി വയ്ക്കാം. നമുക്ക് ഇതിന് മസാല ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നോക്കാം. 2 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, ഒരു 2 സ്പൂൺ കപ്പലണ്ടി, പിന്നെ 2 സ്പൂൺ കടലമാവ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, ഗരം മസാല. ഇത്ര സാധനങ്ങളാണ് നമുക്കിതിന് വേണ്ടി ആവശ്യമുള്ളത്. നമുക്ക് ഈ 2 തക്കാളിക്കായും പച്ചമുളകും, ആ 1 കഷ്ണം ഇഞ്ചി, ഈ കപ്പലണ്ടിയും കൂടെ നമുക്ക് ഒന്ന് നല്ലതുപോലെ ഒരു മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം. നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇതുപോലെ ഇതിൻ്റെ തൊലിയെല്ലാം പൊളിച്ച് ഇതുപോലെ എടുക്കാം. കായ നമ്മൾ പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഉടച്ചെടുക്കാം. ഇത് ഏത്തക്കായല്ല, അതുകൊണ്ട് ഒരു വിസിൽ മതിയാവും ഇത് നല്ലതുപോലെ വെന്ത് കിട്ടാൻ. കായ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 2 സ്പൂൺ കടലമാവ് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിയില ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ ഇത് വെക്കണമെന്ന് പറയാൻ മറന്നു പോയതായിരുന്നു. പിന്നെ ഒരു പച്ചമുളക് അരിഞ്ഞത്, 1 കഷ്ണം ഇഞ്ചി അരിഞ്ഞത്. ഇത് 3 ഞാൻ ഈ മസാലയുടെ കൂട്ടത്തിൽ പറയാൻ വിട്ടുപോയായിരുന്നു. ഇത്രയും സാധനങ്ങൾ ചേർത്ത് നമുക്കിത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇത് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതെല്ലാം ചെറിയ ചെറിയ ഉരുളകളായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം. എല്ലാം ഉരുട്ടി എടുത്തു കഴിഞ്ഞു. നമുക്കത് എണ്ണയിൽ ഒന്ന് വറുത്ത് വരാം. ഞാനതിൻ്റെ പാൻ അടുപ്പേ വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ തിളച്ചു. ഇനി നമുക്ക് അത് ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിനി അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ബനാന കോഫ്ത, നമ്മുടെ കോഫ്ത ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് കോരിയെടുക്കാം. നമ്മളതിന് ഗ്രേവി ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് തേങ്ങ വേണമെങ്കിൽ അരച്ച് ചേർക്കാം. പിന്നെ അണ്ടിപ്പരിപ്പ് വേണമെങ്കിൽ അത് അരച്ച് ചേർക്കാം. നമുക്ക് ഇഷ്ടപ്പെട്ട അങ്ങനെയുള്ള എന്തെങ്കിലും നല്ല ടേസ്റ്റായിട്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് അത് വേണമെങ്കിൽ അരച്ച് ചേർക്കാം. ഞാൻ കപ്പലണ്ടിയാണ് അരച്ച് ചേർത്തത്. നമുക്ക് അതിന് വേണ്ടുന്ന ഗ്രേവി ഉണ്ടാക്കാം. അതിനുവേണ്ടി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു 2 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം.
അതിലേക്ക് നമുക്ക് 1 സ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. നമുക്ക് ജീരകം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കരിയാതെ തീ കുറച്ച് വയ്ക്കണം. പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കാം. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിരുന്ന ആ ടൊമാറ്റോ പേസ്റ്റ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിലേക്ക് 1.5 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പം നമ്മുടെ ഗ്രേവി തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ സ്വല്പം ഗരം മസാല ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് 1 സ്പൂൺ കസ്തൂരി മേത്തി ഇട്ട് കൊടുക്കാം. അത് ഞാൻ പൊടിച്ച് കൈയുടെ വെള്ളയിലിട്ട് നല്ലതുപോലെ പൊടിച്ച് വെച്ചിരുന്നതാണ്. അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ കോഫ്ത ഉണ്ടാക്കി വെച്ചിരുന്നത് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ബനാന കോഫ്ത ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തിളച്ച് വരുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. നമ്മുടെ കൊഫ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ മുകളിലേക്ക് സ്വല്പം മല്ലിയില ഇട്ട് കൊടുക്കാം. ഈ ബനാന കൊഫ്ത എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇത് ചപ്പാത്തി, ചോറ്, പൂരി അങ്ങനെ എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ളതാണ്. അതുകൊണ്ട് ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. വീഡിയോ കണ്ടതിന് താങ്ക് യു.